Assalamu alaikum. This is the 6th class of Maths for You. Today, in the last class, what we studied 3 word problems, isn't it? I hope you wrote the notes and everything will be clear. And today we are going to study one new topic, that is estimation. What is that? Did you heard what is estimation? What do you mean by estimation? Estimation means an approximate value, that is ഏകദേശം എന്ന് നമ്മൾ പറയും അല്ലേ? For example, if imagine a big celebration is going on at your home, and the first thing you do to find roughly how many guests will come there അല്ലേ? നിങ്ങളുടെ വീട്ടിലൊരു വലിയ വിശേഷം നടക്കാൻ, ഒരു വലിയ സെലിബ്രേഷൻ നടക്കാൻ പോകുന്നു എന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ ഒരു മാരേജ് അല്ലേ? ഒരു മാരേജ് നടക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ചെയ്യുന്നത്, എല്ലാവരെയും മാരേജിന് ഫംഗ്ഷന് വിളിക്കുന്നതിനൊക്കെ മുന്നായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് റഫായിട്ട് എത്ര പേര് ആ മാരേജിൽ പങ്കെടുക്കുമെന്ന് അറിയണം. നമുക്കൊരു കറക്റ്റ് വാല്യൂ കിട്ടുമോ? നമ്മുടെ അല്ലെങ്കിൽ ഒരു 400 പേര് അല്ലെങ്കിൽ ഒരു 450 പേര് കറക്റ്റായിട്ട് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മളൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് എടുക്കുന്നത്. അതാണ് അപ്രോക്സിമേറ്റ്, ഏകദേശം. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു എസ്റ്റിമേഷൻ ഇടും അല്ലേ? ആദ്യം ഒരു കണക്ക് കൂട്ടും, ഒരു റഫ്ലി നമ്മൾ അത് എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ച് ഒരു കണക്ക് കൂട്ടുന്നതിനാണ് ഒരു എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ആ വേർഡിനാണ് ഏകദേശം എന്ന് നമ്മൾ പറയുന്നതിനാണ് എസ്റ്റിമേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കും. സോ അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ നമ്പേഴ്സ് റൗണ്ട് ഓഫ് ചെയ്താണ് അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. റൗണ്ട് ഓഫ് യു ഓൾറെഡി സ്റ്റഡീഡ് ഇൻ 5th standard ആൻഡ് ഇൻ ദിസ് ഇയർ ഓൾസോ യു ഹാവ് റൗണ്ട് ഓഫ്. സോ എസ്റ്റിമേഷൻ എന്താണെന്ന് മനസ്സിലായോ? അപ്പം ഒരു വീട്ടിലൊരു മാരേജ് ഫംഗ്ഷൻ ആലോചിച്ചാൽ മതി. അതല്ലെങ്കിൽ അനദർ എക്സാമ്പിൾ, നമുക്ക് ഒരു വീട് വയ്ക്കുന്നു അല്ലേ? ഒരു വീട് വയ്ക്കാൻ നേരത്ത് ആദ്യം നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ ആ വീടിന് ഏകദേശം എത്ര രൂപ ആകും എന്ന് നോക്കണം. നമ്മളെ മനസ്സിൽ ഒരു 25 lakhs വീടാണെന്ന് വെച്ചോ. അപ്പം നമുക്ക് ആദ്യം അതിനൊരു എസ്റ്റിമേഷൻ ഇട്ട് ഇത്ര രൂപ ആവുന്ന രീതിയിൽ നമുക്ക് ആദ്യം അതിനൊരു എസ്റ്റിമേഷൻ ഇടും അല്ലേ? ആ ടേം നോക്കിക്കോണം, എസ്റ്റിമേഷൻ ഇടും. ഒരു ഏകദേശ രൂപം, ഓരോന്നിൻ്റെ സാധനം, മെറ്റീരിയൽസിൻ്റെ റേറ്റ്, ലേബർ ചാർജ്, അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നമ്മളൊരു എസ്റ്റിമേഷൻ ഇടും. ബട്ട് ചിലപ്പോൾ അത് നമ്മൾ ആ വീട് വെച്ച് കഴിയാൻ നേരത്ത് നമ്മൾ 25 lakhs എസ്റ്റിമേഷൻ ഇട്ടാലും നമുക്ക് ആ എസ്റ്റിമേഷൻ കവർ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ അതിനുള്ളിൽ നിൽക്കും. ചിലപ്പോൾ ആ 25 lakhs എന്നുള്ളൊരു 27 ആകാം. ചിലപ്പോൾ 25 എന്നുള്ളത് നമ്മളൊരു 23 അന്നത്തെ മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ ലേബർ ചാർജിൻ്റെ ഒക്കെ ഡിഫറൻസ് കാരണം ഒരു 23 ഒക്കെ ആയി മാറാം അല്ലേ? സോ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഒരു ഏകദേശം അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ അപ്രോക്സിമേറ്റ് ചെയ്ത് വെക്കുന്നതിനാണ്. സോ ടുഡേ വി ആർ ഡൂയിങ് ദിസ് ബൈ റൗണ്ട് ഓഫ് നമ്പേഴ്സ്. വാട്ട് ഈസ് ദാറ്റ്? Round off or rounding off. In this chapter you have round off the numbers to the tens, to the hundreds and to the thousands. So ഈ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് അടുത്ത് വരുന്ന നിയറസ്റ്റ് ടെൻസിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യാനുണ്ട്, നിയറസ്റ്റ് ഹൺഡ്രഡ്സ് ആൻഡ് നിയറസ്റ്റ് തൗസൻഡ്സ് ഓൾസോ. First we are going to study rounding off the numbers to nearest 10. Nearest 10. So there is some rules to rounding of the numbers to nearest 10. What is that rules is that ഒരു നമ്പർ, ഫോർ എക്സാമ്പിൾ 83 എന്നൊരു നമ്പറും ഉണ്ട്,
87 and two numbers I am taking here to show the rules for you. Okay, one is 83 and one is 87. We want to rounding off this 80 to the 83 to the nearest 10. For that we are doing is that we want to check which digit is in the ones place. Okay, which tens ന്റെ കാര്യമാണ് റൗണ്ടിങ് ഓഫ് ടെൻസിലോട്ട് ആണെങ്കിലാണ് we want to check which digit is in the tens place, and we want to check if the number, if the digit in the ones place is less than 5. If the digit in the ones place is less than 5, we will round that digit to 0. We will round that digit to 0. Then if that number, that digit is greater than 5 or 5 ആണെങ്കിലും greater than 5 ആണെങ്കിൽ we will convert the tens place, we will add 1 with the tens place. Okay, എങ്ങനെയാ വരുന്നത്? അതായത് നമ്മൾ ഈ വൺസ് പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ 83 എന്ന് പറയുന്ന മിസ് എഴുതിയ നമ്പറിൽ ഈ ഡിജിറ്റ് ചെക്ക് ചെയ്യണം. ടെൻസിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് ഈ വൺസ് പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റ് 3 ആണെങ്കിൽ, 3 ആണ് ഇവിടെ കിടക്കുന്നത്. 5നേക്കാളിലും ചെറുതാണെങ്കിൽ, അതായത് 4 3 2 1 അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ സ്മോളസ്റ്റ് 10ലോട്ട് കുറയ്ക്കും. അതായത് അവിടെ 0 കൊടുക്കണം. ഇവിടെ ഇത് ഇപ്പം ഇവിടെ 3 ആണ്, അപ്പം 5നേക്കാളും ചെറുതാണ് അല്ലേ, അപ്പം നമ്മൾ അതിനെ 0ലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ അതിൻ്റെ റൗണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 80 ആണ്. ആ വൺസ് പ്ലേസിലെ നമ്പർ വി കൺവേർട്ടഡ് ദാറ്റ് ടു 0. ഓക്കെ, ബിക്കോസ് ദാറ്റ് ഡിജിറ്റ് ഈസ് ലെസ് ദാൻ 5. ലെസ് ദാൻ 5 ആയതുകൊണ്ട് നമ്മൾ അതിനെ 0ലോട്ട് എന്ത് ചെയ്യണം? നിയറസ്റ്റ് 10 ആണ്. ഇപ്പം 80 കഴിഞ്ഞാൽ അടുത്ത 10 വരുന്നത് ഏതാണ്? 90 ആണ്. അത് കഴിഞ്ഞാൽ 100 ആണ് അല്ലേ. അപ്പോൾ 80ക്കും 90ക്കും ഇടയ്ക്ക് 83 നിൽക്കുന്നത്. 83ൽ 3 എന്ന് പറയുന്ന നമ്പർ ലെസ് ദാൻ 5 ആയതുകൊണ്ട് അതിൻ്റെ സ്മോളസ്റ്റ് നിയറസ്റ്റ് 10ലോട്ടാണ് നമുക്കതിനെ കൊണ്ടുപോകേണ്ടത്. സോ ഇറ്റ് കംസ് ടു 0 ആൻഡ് നിയറസ്റ്റ് ടെൻസ് ഏതാണ് അത് വരുന്നത്? 80 ആണ് അല്ലേ. 83 എന്ന് പറയുന്നത് 80യോടാണ് അടുത്ത് നിൽക്കുന്നത്. 83 എന്ന് പറയുന്നത് 90യോട് അടുത്ത് നിൽക്കുന്നതിനെക്കാട്ടിലും 80ലോട്ടാണ് അത് കൺവേർട്ടായി നിൽക്കുന്നത്. സോ 80. ഓക്കെ, ഇനി വി ആർ മൂവിങ് ടു 87. 87 വരുന്നു. ചെക്ക് the ones term, ones digit is greater than or less than 5. Here it is greater than 5 അല്ലേ. 7 എന്ന് പറയുന്ന greater than 5 ആണല്ലോ. അപ്പം നമ്മൾ അത് ഏതാണ്? അതിൻ്റെ ഗ്രേറ്റർ ടെൻസിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രേറ്റർ ടെൻസിലോട്ട് പോകുമ്പോഴത്തേക്കും 87 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗ്രേറ്റർ ടെൻസ് ഏതാണ്? 90 ആണ്. ആ 90 എങ്ങനെയാണ്? ഇവിടുത്തെ നമ്പർ 5നേക്കാളും മുകളിലാണെങ്കിൽ അതിൻ്റെ ടെൻസ് പ്ലേസിൽ കിടക്കുന്ന നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. മറ്റത് കൺവേർട്ടിങ് ടു 0 തന്നെ. ഇവിടെ എന്തുവാണ്? 1 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇത് കൺവേർട്ടഡ് ടു 0യും ഇവിടെ 1ഉം ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 90 വരും. Isn't it? You understand that? അപ്പോൾ rounding off ആണ് we are studying now, rounding off, and first we are rounding off OFF, rounding off the numbers to nearest tens ആണ്. So I take two numbers here. First one is 83 and second one is 87. And there is a rule to convert rounding off the numbers to nearest 10. What is that? If the digit in the ones place is less than 5, it will converted to 0, smallest tens. Okay, smallest nearest tens lot. If that digit is greater than 5, it will converted to greatest tens. Okay, so here the smallest 10 is 80. 80 എന്ന് പറയുന്നതാണ് 83ക്ക് നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ ഇൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 87 ഈസ് നിയറസ്റ്റ് ടു വാട്ട്? 80 or 90? It is nearest to 90. And I will show some examples. (28) 32. Look here, the first question is 28. How will you rounding off 28 to the nearest tens? Look at the ones place. Here there is
8 എന്ന് പറയുന്നത് 8 ഈസ് ഗ്രേറ്റർ ദാൻ 5 ആണ് അല്ലേ. സോ ദാറ്റ് വിൽ നിയറസ്റ്റ് ടു വാട്ട്, നിയറസ്റ്റ് ടു ഗ്രേറ്റർ 10. അപ്പോൾ 28 കഴിഞ്ഞാൽ അടുത്ത വരുന്ന ഗ്രേറ്റർ 10 ഏതാണ്, 30 അല്ലേ. സോ ഇവിടെ ഗ്രേറ്റർ ദാൻ 5 വരുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനെ 0 കൊടുക്കണം അല്ലേ. അപ്പോൾ ഗ്രേറ്റർ 10 എന്ന് പറഞ്ഞാൽ 30 ആണ്. ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. യു ഓൾറെഡി സ്റ്റഡീഡ് ഇൻ ദിസ് ടോപ്പിക് ഇൻ 5th standard. So the next in the ones place, check in the ones place, it is 2. 2 is less than 5, so it will converted to smallest 10 അല്ലേ. ഈ 2 is will convert to 0, so 30. ഇത് 28 ആണ് 30 ആയത്, ഇത് 30 ആണ് 32 ആണ് 30 ആയത് അല്ലേ. ഹിയർ 41 ആണ് കിടക്കുന്നത്. അപ്പം ഹിയർ ഇറ്റ് ഈസ് 1 അല്ലേ. ഹിയർ ഇറ്റ് ഈസ് 1 ആൻഡ് ഹൗ വിൽ യു കൺവേർട്ട് ദാറ്റ്. 1 എന്ന് പറയുന്നത് 5നേക്കാളിലും ചെറുതല്ലേ. സോ ഇറ്റ് വിൽ കൺവേർട്ടഡ് ടു 0. 40യോട് അടുത്ത് കിടക്കും അല്ലേ 41. ഇറ്റ് ഈസ് വെരി നിയറസ്റ്റ് ടു 40. ആൻഡ് 39, ചെക്ക് ദ വൺസ് പ്ലേസ്, ഇറ്റ് ഈസ് 9 ആൻഡ് how will you convert that. 9 is greater than 5 and we are converting it to nearest greater 10. So that is we want to add 3 plus 1, 40. So look here, these two were 30. The questions were different. 28 converted to 30, 32 converted to 30, 41 converted to 40, 39 converted to 40. That is നിയറസ്റ്റ് 10ലോട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ 41 ആയതുകൊണ്ടാണ് 1 5നേക്കാട്ടി സ്മോൾ ആണ്. സോ we return it as 40. Okay, I hope you understand this. Then we are moving to the next. One example also I will show. 2936. Okay, 2000. Here the question is 2936. This number also we want to convert rounding off to the nearest 10. Look at the ones. ഏത് വലിയ ലാർജർ നമ്പർ വന്നാലും ടെൻസിലോട്ട് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ വൺസ് പ്ലേസ് ചെക്ക് ചെയ്യണം. ഓക്കെ, ഹിയർ ഇൻ ദ വൺസ് പ്ലേസ് ഇറ്റ് ഈസ് 6 and 6 is greater than 5 and we want to add 1 with what? 1 with the tens place. ഇവിടുത്തെ ടെൻസ് പ്ലേസിൽ എന്താണ്? 3 ആണ്. 3യുടെ കൂടെ 1 കൂട്ടുമ്പോൾ 4 ആവും. ഈ 6നെ കൺവേർട്ട് ചെയ്ത് 0ലോട്ട് ആക്കണം. അപ്പോൾ എങ്ങനെ വരും? 2940. അപ്പോൾ എത്ര ലാർജർ നമ്പർ വന്നാലും അതിനെ നിയറസ്റ്റ് 10ലോട്ട് ആക്കാൻ ഇപ്പം ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കണം. 36 ആണ്. 36 കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 40ലോട്ടല്ലേ പോകത്തുള്ളൂ. ബിക്കോസ് 6 ഈസ് ഗ്രേറ്റർ ദാൻ 5. Okay, next we are rounding off the numbers into 100. Numbers to nearest 100. First we studied near to nearest 10. Okay, then now we are going to study converting the numbers into nearest 100. For example, I will write one example. 41 ആണ് അല്ലേ. 841 is the number. ടെൻസിലാണെങ്കിൽ നമ്മൾ വൺസ് പ്ലേസ് എടുത്തായിരുന്നു ചെയ്യുന്നത്. വൺസ് പ്ലേസിൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. Coming to rounding off the numbers to nearest 100, we are checking the tens place. 100 നിയറസ്റ്റ് 100ലോട്ട് കൺവേർട്ട് ആക്കാനാണെങ്കിൽ നമ്മൾ ടെൻസ് പ്ലേസ് ആണ് നോക്കുന്നത്. ടെൻസ് പ്ലേസിൽ കിടക്കുന്ന എന്താണ്? ഇവിടെ 4 ആണ് അല്ലേ. 4 is less than 5, so we want to convert it into nearest 100. ഇപ്പോൾ 841 എന്ന് പറയുന്നത് ഏതൊക്കെ ഹൺഡ്രഡ്സിന് ഇടയ്ക്ക് നിൽക്കുന്നതാണ്? 800നും 900നും. അപ്പം 841, ഈ 4 എന്ന് പറയുന്നത് 5നേക്കാളും ചെറുതാണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഇറ്റ് വിൽ കൺവേർട്ടഡ് ടു സ്മോളസ്റ്റ് നിയറസ്റ്റ് 100 അല്ലേ. അപ്പം എന്ത് വരും? ഇറ്റ് വിൽ കൺവേർട്ടഡ് ടു സ്മോളസ്റ്റ് നിയറസ്റ്റ് ആകുമ്പോൾ ഇതിനെ 0 ആയി പോകും. 800.
841 900-അടുത്താണോ 800-അടുത്താണോ നിൽക്കുന്നത്? ഇപ്പൊ 850 ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം അത് എന്തിനോടടുത്ത് നിൽക്കുന്നു? 900-നോടടുത്ത്. അപ്പൊ 850 വരുവാണെങ്കിൽ അത് 900 ആവും. ഹിയർ ഇറ്റ് ഈസ് 841 and we have to check the tens place in a number to rounding off the numbers into the nearest 100. Okay, so that's why we check here 4. Here the tens place is 4. We know that 4 is less than 5 and we want to convert that number into the nearest smallest 100. Okay, അതിനകത്ത് ചെറിയ ഹൺഡ്രഡ്സിലോട്ട് വേണം നമുക്കത് കൺവേർട്ട് ആക്കാൻ. സോ ഹിയർ ദ നിയറസ്റ്റ് സ്മോളസ്റ്റ് 100 ഓഫ് 841 ഈസ് 800. Then one more example, 168. We want to convert this to the nearest 100. So we want to check first what? The tens place. Ones tens place. Here in the tens place it is 6. We know that 6 is greater than 5. So we want to convert it into the greatest nearest 100. അപ്പോൾ 168 എന്ന് പറയുന്നത് we know 168 is in between which hundreds? 100 and 200. So we want to convert this to the nearest greatest 100 because there is 6. 6 is greater than 5. നമ്മുടെ റൂൾ അനുസരിച്ച് 5-ന് മേളിലോട്ട് പോകുന്നതാണെങ്കിൽ നമുക്ക് വലുതിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ ഇറ്റ് വിൽ കം ടു, അപ്പോൾ വലുതിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് അതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന ആ ടേമിൽ എന്ത് ചെയ്യണം? വി വോണ്ട് ടു ആഡ് 1. അപ്പോൾ ഈ 1-ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 200-ലോട്ട് കൺവേർട്ട് ആവും. ഓക്കെ, then one more example, 9870. ഇപ്പോൾ ഇതൊരു 4-digit നമ്പർ ആണ് അല്ലേ, ഒരു 1000 ആണ്. 9870. ഹൗ വിൽ യു കൺവേർട്ട് ദിസ് ടു ദ നിയറസ്റ്റ് 100? നിയറസ്റ്റ് 100-ലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഹിയർ ഓൾസോ വി വോണ്ട് ടു ചെക്ക് ദ ടെൻസ് പ്ലേസ്. ടെൻസ് പ്ലേസിൽ കിടക്കുന്ന എന്താണ്? ടെൻസ് പ്ലേസിൽ കിടക്കുന്നത് 7 ആണ്. We know that 7 is greater than 5 and we want to convert it into the greatest nearest 100. So ഈ നമ്മൾ ഇവിടെ 5-നേക്കാളിലും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനിപ്പുറത്ത് കിടക്കുന്ന നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 7 ആണ്, നമുക്ക് 8-ൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. ഹൺഡ്രഡ്സ് പ്ലേസിൽ കിടക്കുന്ന ഇവിടെ 8 ആണ്. 8-ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴത്തേക്കും 9900. സോ നമ്മൾ ഈ 3 ഡിജിറ്റ് എടുക്കും. 870 എന്ന് പറയുന്ന 900-നോടടുത്താണ് നിൽക്കുന്നത് അല്ലേ. അപ്പം 870 is in between 800 and 900 അല്ലേ. സോ നമ്മൾ അതിനടുത്തോട്ട് നിൽക്കുന്നു, അതുകൊണ്ട് നമ്മൾ അതിനെ 9900-ലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മൾ റൗണ്ടിങ് ഓഫ് ദ നമ്പേഴ്സ് ടു ദ നിയറസ്റ്റ് 100 മെത്തേഡ്. സോ ടുഡേ വി സ്റ്റഡീഡ് വിച്ച് ടോപ്പിക്? ടുഡേ വി സ്റ്റഡീഡ് എസ്റ്റിമേഷൻ. I already said what is estimation. It is an approximate value. That is what? The approximate means ഏകദേശം ഒരു രൂപം നമ്മൾ ചെയ്യുന്നതിനാണ് എസ്റ്റിമേഷൻ ഇടുന്നു അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത്. Then we done what? We studied rounding off to nearest 10, rounding off to nearest 100 and rounding off to nearest 1000. അതിൽ rounding off to 10 and 100 we studied today. About rounding of the nearest numbers to the nearest 1000 we will study in the next class. Today's class is over. Assalamu alaikum.